ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഹൈദരാബാദിലെ കുതുബ് ഷാഹി ടോംബ്സ് ഇബ്രാഹിം ബാഗിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒന്ന് ചുറ്റിക്കാണാം. ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇബ്രാഹിം ബാഗ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഇവിടെ കുതുബ് ഷാഹി രാജപരമ്പരയിലുള്ള രാജാക്കന്മാരുടെയും അവരുടെ പത്നിമാരുടെയും ആശ്രിതരുടെയും പിന്നെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്ന പല മഹാന്മാരുടെയും അക്കാലത്തുണ്ടായിരുന്ന മഹാന്മാരുടെ കബറിടങ്ങളും അതുപോലെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലങ്ങളും കുളങ്ങളും കിണറുകളും പള്ളികളും നിറഞ്ഞ ഒരു ഗാർഡൻ ആണെന്ന് തന്നെ പറയാം. ഇവിടെ 40ഓളം ചെറുതും വലുതുമായ കബറിടങ്ങളും അതുപോലെ 7 വലിയ കബറിടങ്ങളാണ് ഉള്ളത്. ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെയും പേർഷ്യയുടെയും എന്താ പറയുക കലാവൈഭവങ്ങളെ വിളിച്ചോതുന്ന തരത്തിലുള്ളതായിരുന്നു കേട്ടോ. അത്രയും ഭംഗിയുള്ള കെട്ടിടങ്ങളാണ്. ഓരോ ശവകുടീരങ്ങളും അതാത് കാലത്തെ കലയെ വിളിച്ച് അറിയിക്കുന്നതായിരുന്നു. പലതും മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പലതും നമുക്ക് കാണുന്നില്ല. കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ അത് പുനർനിർമ്മിതി ചെയ്തിരുന്നു. 2019 മുമ്പാണ് ഇത് പുനർനിർമ്മാണം ചെയ്തതും. ഇവിടെ അതിൻ്റേതായ എല്ലാ പിക്ചേഴ്സുണ്ട്. അന്ന് നിർമ്മിച്ചതിൻ്റെതും അതായത് പുനർനിർമ്മിതി നടത്തിയതിൻ്റെ ഫോട്ടോസ് പിന്നെ അതിന് മുമ്പെടുത്തതും എല്ലാം ഉള്ള ഒരു ഗാലറിയാണിത്. നമുക്കിതൊന്ന് കാണാം. ഇതിൻ്റെ ഏരിയൽ വ്യൂവും നമ്മൾ എല്ലാം ചുറ്റിക്കാണാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഈ പിക്ചറുകളിൽ അത് വെളിപ്പെടുത്തുന്നതാണ്. ഗാർഡൻ്റെ ഒരു ഏരിയൽ വ്യൂവും പുനർനിർമ്മാണത്തിന് വന്ന തൊഴിലാളികളുടെ അടക്കമുള്ള പിക്ചേഴ്സ് ഇവിടെ ലേഖനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ചുറ്റിക്കാണുമ്പോൾ നമ്മൾ ആ കാലത്ത് എത്തിയ പോലെ തന്നെ തോന്നും കേട്ടോ. ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു വൈബായിരുന്നു അവിടെ. എല്ലാം ശവക്കല്ലറുകളാണെങ്കിൽ കൂടി നമുക്ക് അവിടെ നല്ലൊരു ശാന്തതയും മനസ്സ് എന്താ പറയുക എല്ലാ ടെൻഷനുകളൊക്കെ അകറ്റി അവിടെ അങ്ങനെ ഇരിക്കാൻ തോന്നുക. അത്രയും നല്ല പുൽമേടൊക്കെ നിറഞ്ഞൊരു ഗാർഡൻ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോഴും അതിൻ്റെയൊക്കെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു പച്ച വലിയ കുതുബ് ഷാഹിയുടെ വലിയൊരു ശവകുടീരം അതോ ദൂരെ കണ്ടത് പച്ച കളറിലുള്ളതാണ്. ഏറ്റവും വലുത്. ഇവിടെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. കാരണം അവിടെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ല നല്ല ശവക്കല്ലറകൾ. ഓരോന്നിനും ഓരോ പ്രത്യേകതയായിരുന്നു. അതാത് കാലത്തെ ആ കലകളെ വെളിപ്പെടുത്തുന്നതായിരുന്നു ഓരോ ശവക്കല്ലറയുടെയും ആ നിർമ്മാണം. നമ്മൾ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഖ്വാലി കുത്തുബുൽ മുൽക്ക് അവരുടേതാണ് ഫസ്റ്റത്തെ കല്ലറ ഇവിടെ സ്ഥാപിതമായത് കേട്ടോ. അത് 16-ാം നൂറ്റാണ്ടിലാണ്. 16-നും 17-നും മധ്യയുള്ള ആ കാലഘട്ടത്തിലെ ആ പരമ്പരയിലുള്ള അവരുടെ എല്ലാ കല്ലറകളെയും ഇവിടെ സ്ഥാപിതമായിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റത്തെ രാജാവിൻ്റെ മാത്രം ഇവിടെ ഇല്ല. അദ്ദേഹം അപ്പോൾ മഹാരാഷ്ട്രയിലോ എവിടെയോ ഒരു തടവറയിലാണെന്നാണ് കേട്ടത് കേട്ടോ. ഇതൊരു പള്ളിയാണ്. ഇതും അതിൻ്റെ അടിഭാഗമൊക്കെ അടർന്ന് വീഴാനായതുകൊണ്ട് അവിടെയൊക്കെ കല്ല് വെച്ചിരിക്കുക കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിമനോഹരമാണ് കേട്ടോ. അതിൻ്റെ ഓരോന്നും നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഈ പള്ളി ഇത്ര മനോഹരമാണെങ്കിൽ ആ കല്ലറകളൊക്കെ നമ്മൾ അടുത്ത് പോയി കാണാൻ പറ്റാത്തതൊക്കെ എന്തൊരു മനോഹരമായിരിക്കും. ഉള്ളിലുമൊക്കെ നല്ല ചിത്രപ്പണികളോടൊക്കെ കൂടിയതായിരുന്നു. ഇതാണ് ഏറ്റവും വലിയത് കേട്ടോ ശവക്കല്ലറ. ഹൈദരാബാദിൽ വരുന്നവർ ഇവിടം കാണാതെ പോകാറില്ല. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിർത്തുകയാണ്. നമുക്ക് നമ്മുടെ റൂമിലേക്ക് നമ്മളിവിടെ ഒരു ഹോം സ്റ്റേ എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴികളൊക്കെ മനോഹരം. നല്ല വൃത്തിയുള്ള ഒരു സിറ്റിയാണ് ഹൈദരാബാദ്. അതുപോലെ വിസ്താരമേറിയ റോഡുകൾ. അടുത്ത ഹൈദരാബാദ് വിശേഷങ്ങളുമായി കാണുന്നവരെ ബായ്.